ഹായ് ഹലോ ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയും ഭൂമിയും വിവാഹം കഴിക്കുന്ന ആ അടിപൊളി എപ്പിസോഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവർ വിവാഹത്തിലേക്ക് എത്തുന്നത്? നല്ല ശത്രുതയിലാണ് ഇപ്പോൾ അജയും ഭൂമിയും. ഭൂമിക്ക് എപ്പോഴും പാരയായിട്ട് അജയുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അജയുടെയും മുറപ്പെണ്ണ് അഞ്ജനയുടെയും വിവാഹം വീട്ടുകാർ തീരുമാനിക്കുന്നത്. അത് അജയോട് പോലും ചോദിക്കാതെയായിരുന്നു. സത്യൻ വന്ന് അജയിനോട് പറയുന്നുണ്ട്, അഞ്ജനയുമായിട്ടുള്ള നിന്റെ വിവാഹം തീരുമാനിച്ചു, നീ അതിന് സമ്മതിക്കണം. സത്യം വന്ന് പറഞ്ഞപ്പോൾ അകന്നെട്ടിലൂടെ അജയ് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ അമ്മാവ അറിയാലോ, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രണയിച്ച ആ പെൺകുട്ടിയെ മറന്നു കളയണമെന്നാണോ പറയുന്നത്? എൻ്റെ നഷ്ടപ്രണയമായി അത് തീർക്കണമെന്നോ? പക്ഷേ അമ്മ എടുത്ത തീരുമാനമാണ്. ഭവാനി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതിനും കൂടെയുള്ള ഒരു പരിഹാരമാണ്. ഇല്ല, എനിക്കതിന് കഴിയില്ല. ഒരിക്കലും ഞാൻ അവളെ എൻ്റെ മുറപ്പെണ്ണായിട്ടോ ഞാൻ വിവാഹം കഴിക്കുന്ന രീതിയിൽ ഒന്നുപോലും ചിന്തിച്ചിട്ടില്ല. അഞ്ജനയെ എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. എന്നാൽ ആ വീട്ടുകാരെല്ലാവരും ആ കുടുംബ പൂജയ്ക്കായിട്ട് ഒരുക്കാണ് കേട്ടോ. അങ്ങനെ ഭൂമിയെയാണ് അവർ കുടുംബ പൂജയ്ക്കുള്ള പലഹാരങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. ആ പലഹാരങ്ങളുമായിട്ട് ഭൂമി അവിടേക്ക് വരുമ്പോൾ അവിടെയുള്ളതാണ് അജയെന്ന് കാര്യം അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ അവിടെയും വെച്ച് അജയും ഭൂമിയും കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവളുടെ അച്ഛന് ബ്രെയിൻ ട്യൂമറാണെന്ന സത്യവും ഡോക്ടറിൽ നിന്നും മനസ്സിലാക്കിയ ഭൂമി പൊട്ടിക്കരയുന്നുണ്ട്. അധിക നാൾ തൻ്റെ അച്ഛൻ തൻ്റെ കൂടെ ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ ഭൂമിക്ക് ചങ്ക് പൊട്ടുന്ന പോലെ തോന്നാം. എന്താണ് ഇതിനൊരു പരിഹാരം? അങ്ങനെ ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നുകളെല്ലാം അവൾ വാങ്ങി. വീണ്ടും അച്ഛനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭൂമിക്കാവുന്നില്ലായിരുന്നു. ആ സമയത്താണ് ഭൂമിയുടെ അച്ഛന് ഭവാനിയെ ഒരു റോഡിൽ വെച്ച് കാണാട്ടോ. ഭവാനിയെ കണ്ടതും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. ഭൂമി യഥാർത്ഥത്തിൽ മകളല്ല, ഭൂമിയുടെ അച്ഛന് വഴിയോരത്തുനിന്ന് കിട്ടിയതായിരിക്കും അത് ഈ ഭവാനി. സത്യയുടെ കുടുംബം തകർക്കാൻ വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ കാര്യം സത്യൻ എന്ന പോലീസ് ഓഫീസറിൻ്റെ സത്യസന്ധമായ ഇടപെടലാണ് എന്ന് തെറ്റിദ്ധരിച്ച ഭവാനിക്ക് തന്നെ അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കണമെന്ന് വല്ലാതെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ആ മകളെ ഈ ഒരു ഡ്രൈവറെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അതായത് ഭൂമിയുടെ അച്ഛൻ്റെ കയ്യിൽ ഭൂമിയെ അവരാണ് കൊടുക്കുന്നത്. അവരെ കണ്ടതും അവർ പെട്ടെന്ന് ഭവാനി കാറിൽ കയറി പോവാട്ടോ. പിന്നീട് ഒരിക്കൽ പിറ്റേ ദിവസം വീണ്ടും കാണുന്നുണ്ട്. ആ കാണുമ്പോൾ ഭവാനി മറ്റൊരാളുമായിട്ട് സംസാരിക്കാണ്. ആ ഡ്രൈവറുടെ കൂടെ ആ വീട്ടിൽ സത്യൻ്റെ മകളുണ്ട്, അവളെ ഇല്ലാതാക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഭൂമിയുടെ അച്ഛന് മരിക്കുന്നുണ്ട് കേട്ടോ. ഭൂമിയുടെ അച്ഛന് സത്യത്തിൽ ഈ ഭവാനി ഒരു ഗുണ്ടയും കൂടെ ചേർന്ന് കൊലപ്പെടുത്തിയതായിരിക്കും. എന്നാൽ അതാർക്കും മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ നിരോധനം കൊണ്ട് ഭൂമി പൊട്ടി കരയാണ്. അങ്ങനെ ഇടയ്ക്കെല്ലാം അവളുടെ ആ കഴുത്തിലെ മാല മൂരി മാറ്റിയിരുന്നു അവളുടെ അച്ഛൻ. ആ മാല അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അത് ആപത്താണ്. ഭൂമി ആരാണെന്ന സത്യം ഭവാനി മനസ്സിലാക്കിയാൽ അവളെ കൊല്ലുമോ എന്ന ഭയത്താൽ തന്നെ ആ മാല ഊരി വാങ്ങുന്നുണ്ട്. അതിനുശേഷം ഒരു ബോക്സിൽ സൂക്ഷിക്കാണ്. ആ ഒരു മാല ഭൂമിയോട് അവിടെ അജയിൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മരണശേഷം അതുമായിട്ട് ഭൂമി പോകുമ്പോൾ ആ മാല തിരിച്ചറിഞ്ഞ സത്യനും മുത്തശ്ശിയൊക്കെ ആകെ നെട്ടലോടെ നിൽക്കാട്ടോ. ഈ സമയം ഭൂമിയും അജയും നല്ല ഫ്രണ്ടായി കാണും. അങ്ങനെ അഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിന് എങ്ങനെ പിന്മാറുമെന്നറിയാതെ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഭൂമിയെ കൊല്ലാനായിട്ട് പല ഗുണ്ടകൾ വരുന്ന സമയത്തെല്ലാം അവൾക്ക് രക്ഷകയാകുന്നത് അജയാണ്. അങ്ങനെ ഈ അജയും അഞ്ജനയുമായുള്ള വിവാഹത്തിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മയും മുത്തശ്ശനും എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ അവൻക്കങ്ങ് അതിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരാട്ടോ. എന്താണ് ഇതിൽ നിന്ന് ഒരു രക്ഷ എന്നൊന്നും അറിയാതിരിക്കുക. അങ്ങനെ ഭൂമിയെ കൊല്ലാനായിട്ട് ഗുണ്ടകൾ ഓടിക്കുന്നുണ്ട്. ഭൂമി രാത്രി ഷോപ്പിലേക്ക് പോകുന്ന സമയത്താണ് അവളുടെ പുറകെ കുറച്ച് ഗുണ്ടകൾ. ഈ സമയം അജിയാകെ ടെൻഷനോടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും. രക്ഷപ്പെടാൻ വഴി നോക്കിയ ഭൂമി നേരെ ഓടിക്കീറുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. അവിടെ അജയ് മാത്രമേ ഉണ്ടാവൂ. എന്താ ഭൂമി, എന്താ നീ ഈ നേരത്ത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ അങ്ങനെ ഗുണ്ടകൾ പാഞ്ഞു വരുന്നത് അജയ് കാണുന്നുണ്ട്. അജയെ കണ്ടതും ഗുണ്ടകൾ അങ്ങ് പോവാണ് കേട്ടോ. അവള് എന്തായാലും നമുക്ക് അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ കുറച്ച് രാഷ്ട്രീയ നേതാക്കളും കൂടെ അവിടെ കൂടുന്നുണ്ട്. അജയിനെ ശത്രുക്കളായിരിക്കും. ഈ അസമയത്ത് അവൻക്കും അവൾക്കും എന്താ സ്റ്റേഷനിൽ കാര്യം? മറ്റ് സ്റ്റാഫുകളൊന്നും അവിടെ ഇല്ലല്ലോ.
എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ അവർ രണ്ടുപേരും അജിയെയും ഭൂമിയെയും ചേർത്ത് മോശം കഥ പറഞ്ഞുണ്ടാക്കി നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്താണ്. അവരാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യാട്ടോ. അങ്ങനെ രണ്ടുപേരും നാട്ടുകാരെല്ലാവരുടെ കൈയോടെ പൊക്കുന്നുണ്ട്. അജയ്ക്കോ ഭൂമിക്കോ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അങ്ങനെ അജയും എല്ലാവരുടെ മുമ്പിൽ നാണം കെടുകയാണ് കേട്ടോ. ഈ വിവരം അറിഞ്ഞ അജയുടെ മുറപ്പെണ്ണ് അഞ്ജനക്കങ്ങ് കലി കയറുന്നുണ്ട്. ഈ ചില സമയങ്ങളെല്ലാം ഭൂമിയും അജയും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ അഞ്ജന വരുന്ന സമയത്ത് ഭൂമി അവിടെ വെച്ച് കാണുമ്പോൾ തൻ്റെ പാർട്ട്ണറോട് ഒരുപാട് സ്വതന്ത്രം ഇടപെടുന്ന ഭൂമിയെ കാണുമ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അവർ രണ്ടുപേരും ഒക്കെ നോക്കിയിട്ട് അവൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ആയിടക്കാണ് ഇങ്ങനെ ഒരു സംഭവം. അതോടുകൂടെ മുത്തശ്ശി പറയും, എന്തായാലും കുടുംബത്തിൻ്റെ പേര് പോയി, അത് കിട്ടിയല്ലോ, അവൾക്ക് വാക്ക് കൊടുത്താണ്. ആ പെൺകുട്ടിയുടെ ജീവിതം വഴിയാധാരാവാൻ പാടില്ല. അഞ്ജനയ്ക്ക് നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടെത്താം, ഭൂമിയെ വിവാഹം കഴിക്കട്ടെ എന്ന് പറയട്ടോ. യഥാർത്ഥത്തിൽ അഭിരാമിയാണ് ഈ ഭൂമി, സത്യൻ്റെ മകൾ തന്നെയാണല്ലോ. അങ്ങനെ യഥാർത്ഥ മുറപ്പെണ്ണിൻ്റെ കഴുത്തിൽ തന്നെയാണ് ആ സമയത്ത് അജയ് താലി കെട്ടുന്നത്. അങ്ങനെ വിവാഹം ഒരു കരാറ് തന്നെ അവർ രണ്ടുപേരും വിവാഹിതരാവുകയാണ്. സാഹചര്യം കൊണ്ട് ഭൂമിക്ക് ആ ഒരു ഉടമ്പടിക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് താൻ ബെഡ്റൂമിലുണ്ടാവില്ലെന്നും വീട്ടുകാരുടെ മുമ്പിൽ മാത്രമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുക എന്നും പറഞ്ഞിരുന്നു. ഒടുവിൽ അവളെ മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയും ആ ഒരു കരാറ് സമ്മതിക്കുന്നുണ്ട്. ആ വീട്ടിലെ നല്ല മരുമകളായി, ആ വീട്ടിലെ വിളക്കായി മാറാണ്. എല്ലാവരുടെ ഹൃദയം കീഴടക്കുന്നുണ്ട്. അവളുടെ സ്വന്തം അച്ഛൻ സത്യൻ അവിടെ തന്നെ ഉള്ളിടത്തോളം കാലം ഭൂമിക്ക് തൻ്റെ അച്ഛനെ പോലും മിസ് ചെയ്യുന്നില്ല. അങ്ങനെ ഭൂമി സ്വന്തം മകളാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ഒരുപാട് നല്ല സ്റ്റോറികളെല്ലാം ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണിത്. നമ്മൾ ഇതുപോലെ അപ്കമിങ് എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.